എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 23 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഏകീകൃത പെൻഷനുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 23 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നതാണ്. നിലവിലെ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നുകിൽ NPS തുടരാനോ അല്ലെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട്. 2025 മാർച്ച് 31 അതിനു മുമ്പോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അർഹതയുള്ളത് ആരൊക്കെയെന്ന് നോക്കുമ്പോൾ 2004 ഏപ്രിൽ 1 ശേഷം സർവീസിൽ ചേർന്ന എല്ലാ സർക്കാർ ജീവനക്കാരും നിലവിൽ NPS ഉള്ളതാണ്. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതി 2025 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെങ്കിലും ദേശീയ പെൻഷൻ സ്കീമിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് അത് തന്നെ തുടരാനോ പുതിയ സ്കീം തിരഞ്ഞെടുക്കാനോ സാധിക്കുന്നതാണ്. കുറഞ്ഞത് 25 വർഷം സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് UPS ഉറപ്പായ പെൻഷൻ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നതാണ്. കുറഞ്ഞത് 10 വർഷമെങ്കിലും സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് പ്രതിമാസം 10,000 രൂപയായിരിക്കും മിനിമം പെൻഷനായിട്ട് കിട്ടുന്നത്. കൂടാതെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ പദ്ധതി ഉറപ്പു നൽകുന്ന കുടുംബ പെൻഷനും നൽകുന്നതാണ്. ഈ കുടുംബ പെൻഷൻ ജീവനക്കാരുടെ മരണത്തിന് തൊട്ടു മുൻപ് അവരുടെ പെൻഷൻ്റെ 60% എന്ന നിരക്കിലായിരിക്കും കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഉറപ്പായ പെൻഷനുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ വിരമിച്ചവർക്ക് വിരമിക്കലിന് മുമ്പുള്ള അവരുടെ അവസാന 12 മാസങ്ങളിൽ ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% തുല്യമായ തുക പെൻഷനായിട്ട് ലഭിക്കുന്നതാണ്. കുറഞ്ഞത് 25 വർഷത്തെ സേവനമുള്ളവർക്കാണ് ഇത് ബാധകം. കുറഞ്ഞ സേവന കാലയളവുകൾ ഉള്ളവർക്ക് പെൻഷൻ ആനുപാതികമായിരിക്കും. കുറഞ്ഞത് 10 വർഷത്തെ സേവനം ആവശ്യമാണ്. ഉറപ്പായ കുടുംബ പെൻഷൻ ഒരു ജീവനക്കാരൻ മരിച്ചാൽ ആശ്രിതർക്ക് തുടർ സാമ്പത്തിക സഹായം ഉറപ്പാക്കിക്കൊണ്ട് മരണസമയത്ത് ജീവനക്കാരന് ലഭിച്ചിരുന്ന പെൻഷൻ തുകയുടെ 60% കുടുംബത്തിന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കുമ്പോൾ കുറഞ്ഞ വരുമാനമുള്ള വിരമിച്ചവർക്ക് സാമ്പത്തിക സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കുറഞ്ഞത് 10 വർഷത്തെ സേവനമുള്ളവർക്ക് പ്രതിമാസം 10,000 രൂപ എന്ന നിരക്കിലാണ് പെൻഷൻ നൽകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലികപരമായ മറ്റു വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ. നമുക്കുള്ളതൊന്നുമില്ല.